ഹായ് ഹലോ, ഞാൻ അഖില. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നലത്തെ ക്ലാസ് റണ്ണിങ് സ്റ്റിച്ചായിരുന്നു. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ക്ലാസ് ആണെന്ന്. അപ്പോൾ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഒരു വേരിയൻറ്റ് സ്റ്റിച്ചാണ് നമ്മൾ ഇന്ന് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. സെയിം ഈ ഒരു ഫ്രെയിമിൽ തന്നെയാണ് ഞാൻ കുറേ എംബ്രോയ്ഡറി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഡിഫറൻസുകളൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന എംബ്രോയ്ഡറി പേര് ഇവൻ സ്റ്റിച്ച് എന്നാണ്. ഓക്കെ, പേര് നോട്ട് ചെയ്ത് വെച്ചോ. ഞാൻ പ്രത്യേകം നമ്മുടെ തംബ്നെയിലിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡിഫറൻസുകളൊക്കെ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ പേരൊന്ന് മെൻഷൻ ചെയ്തിട്ട് പഠിക്കുക കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മറന്നു പോകില്ല നമ്മൾ. ഓക്കെ, അപ്പോൾ ഇതേപോലെ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ ചെയ്ത് പഠിക്കുക. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു റണ്ണിങ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ വീഡിയോ കാണാതെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ മുകളിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ അതും കൂടി കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്താണ് റണ്ണിങ് സ്റ്റിച്ച്, എന്താണ് ഇവൻ സ്റ്റിച്ച് എന്നുള്ള വ്യത്യാസം. എന്നാലും ചെറിയ തോതിൽ ഞാൻ ഈ വീഡിയോയിലും കൂടെ പറയുന്നുണ്ട്. നമ്മൾ റണ്ണിങ് ചെയ്യുന്നതിൻ്റെ അതേ സെയിം രീതി തന്നെയാണ് നമ്മൾ ഇവൻ സ്റ്റിച്ച് ചെയ്യുമ്പോഴും ചെയ്യുന്നത്, പക്ഷേ വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസമെന്ന് ഞാൻ കുറച്ചുകൂടെ അടുത്ത് വെച്ച് കാണിക്കാം. അതായത് റണ്ണിങ് സ്റ്റിച്ചും ഇവൻ സ്റ്റിച്ചും കാണുമ്പോൾ തന്നെ നമുക്കൊരു ഡിഫറൻസ് മനസ്സിലാകുന്നുണ്ടാവും. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പ് ശ്രദ്ധിച്ചോ, അവിടുത്തെ ഗ്യാപ്പും ഇവിടുത്തെ ഗ്യാപ്പും തമ്മിൽ വ്യത്യാസം വരുന്നില്ലേ? കണ്ടോ, ത്രെഡിൻ്റെ ഗ്യാപ്പും അതിനിടയിൽ വരുന്ന ഗ്യാപ്പും ഈക്വൽ അല്ല. എന്നാൽ നമ്മുടെ റണ്ണിങ് സ്റ്റിച്ചിൽ ഗ്യാപ്പ് വരുന്നതും ത്രെഡും വരുന്നതും ഈക്വലാണ്. ഇതിൽ ത്രെഡിൻ്റെ ഗ്യാപ്പും അതിനിടയിൽ വരുന്ന ആ ചെറിയ ഗ്യാപ്പും ഈക്വൽ അല്ല. അതാണ് നമ്മൾ ഇവൻ സ്റ്റിച്ച് എന്ന് വെച്ചാൽ വ്യത്യാസം വരുന്നത്. അതായത് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ കാണുമ്പോൾ മനസ്സിലാവും ത്രെഡുകൾക്കിടയിൽ വരുന്ന ഗ്യാപ്പ് ഈക്വൽ അല്ല എന്ന്. അപ്പോൾ റണ്ണിങ് എന്താണ്, ഇവൻ സ്റ്റിച്ച് എന്താണ് എന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. മനസ്സിലായില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. എന്നാലാണ് എനിക്ക് അടുത്ത വീഡിയോയിൽ പറയുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി ആയിട്ട് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് റണ്ണിങ്, എന്താണ് ഇവൻ സ്റ്റിച്ച് എന്ന് മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഇനിയും ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞ് നേരെ കാണുമ്പോൾ ഉള്ളത് ഈ ഒരു രീതിയിലാണ്. ഇപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് കാണുമ്പോൾ തന്നെ കാഴ്ചയിൽ തന്നെ മനസ്സിലായില്ലേ എന്താണെന്ന്. അപ്പോൾ ഇതേപോലെ ചെയ്ത് പഠിച്ച് നോക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്തുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജിലൂടെ അറിയിക്കുക. ഞാൻ തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും എന്തിനാണെങ്കിലും. അപ്പോൾ ഇനി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും എൻ്റെ ചാനൽ കൊണ്ട് ഉപകാരം ഉണ്ടാകുമെന്ന് തന്നെ ഞാൻ പറയുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. നാളെ അടുത്ത ക്ലാസ് ആയിട്ട് ബൈ.